നമസ്കാരം. ഇതുപോലെ അമേരിക്ക ഈ അടുത്ത കാലത്തൊന്നും എവിടെയും പെട്ടുകാണില്ല. അതായത് തിരിച്ചു പോരാനും കഴിയുന്നില്ല, മുന്നോട്ട് പോകാനും പറ്റുന്നില്ല. മുന്നോട്ട് പോയാൽ ഇറാന്റെ അടി വാങ്ങും, തിരിച്ചു പോന്നാൽ ലോകത്തിന് മുന്നിൽ നാണം കെടും. എന്തായാലും ഒരു ഭാഗത്ത് അമേരിക്ക ഭീഷണി തുടരുന്നു, മറ്റൊരു ഭാഗത്ത് ഇവിടെ അമേരിക്കയുടെ സഖ്യകക്ഷികൾ നയതന്ത്ര ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. തുർക്കിയുടെ ഭാഗത്ത് നിന്ന് ഈ കഴിഞ്ഞ ദിവസം ത്രിരാഷ്ട്ര ഉച്ചകോടി തുർക്കിയിൽ വെച്ച് നടത്താം. അമേരിക്ക, അതുപോലെ തന്നെ ഇറാൻ, തുർക്കി ഉൾപ്പെടുന്ന രാജ്യങ്ങൾ, ഈ മൂന്ന് രാജ്യങ്ങളും ചേർന്ന ഒരു ഉച്ചകോടി. ഇത് ട്രംപുമായി ഈ വിഷയം സംസാരിച്ചു, ട്രംപ് സമ്മതം മൂളിയിട്ടുണ്ട് എന്ന് തുർക്കിയുടെ പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു. അത്തരത്തിലുള്ള വാർത്തകൾ കണ്ടിരുന്നു. മറ്റൊരു ഭാഗത്ത് സൗദി അറേബ്യ തുടർച്ചയായി അമേരിക്കയുമായി ചർച്ചകൾ നടത്തുന്നുണ്ട്, ഇറാനുമായി ചർച്ചകൾ നടത്തുന്നുണ്ട്. പ്രശ്നം വഷളാക്കരുത്, യുദ്ധമുണ്ടായാൽ മേഖലയെ മൊത്തത്തിൽ അത് ബാധിക്കും. ഖത്തർ ഇടപെടുന്നുണ്ട്, UAE ഇടപെടുന്നുണ്ട്. ഒരു ഭാഗം അത്തരത്തിലുള്ള ഇടപെടലുകൾ അമേരിക്കയുമായും ഇറാനുമായും ഒക്കെ നിരന്തരം ചർച്ചകൾ നടക്കുമ്പോൾ, മറ്റൊരു ഭാഗത്ത് അമേരിക്ക ഞങ്ങൾ അടിക്കും, അല്ലെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാറാകണം, ഭീഷണിയാണ്. നിങ്ങൾ ചർച്ചയ്ക്ക് വന്നില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ അടിച്ചു നിരപ്പാക്കും. എന്തായാലും ആ ഭീഷണി, അത്തരത്തിലുള്ള നീക്കങ്ങൾ വേണ്ട എന്നുള്ളതാണ് ഇറാന്റെ നിലപാട്. ഭീഷണിയും അതുപോലെ തന്നെ നയതന്ത്ര ഇടപെടലുകളും രണ്ടും കൂടെ കൂട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. ഒന്നുകിൽ നയതന്ത്ര ഇടപെടലുകൾ നടത്തി മാന്യമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ളത് കേൾക്കാവുന്ന ഒരു സാഹചര്യം, അതിനുള്ള ഒരു മനസ്സുണ്ടാവുക. ഞങ്ങൾക്കതുണ്ട്, നിങ്ങൾക്കും അത് ഉണ്ടാകണം, അങ്ങനെയാണെങ്കിൽ ചർച്ച നടത്താം. അല്ലെങ്കിൽ നിങ്ങൾ ഭീഷണിപ്പെടുത്തിയതുപോലെ തന്നെ നിങ്ങളൊന്ന് അടിച്ചു നോക്ക്, നമുക്ക് യുദ്ധമെങ്കിൽ യുദ്ധം. എന്തായാലും ഇങ്ങനെ പറഞ്ഞിരുന്ന ഇറാൻ ഇപ്പോൾ കുറച്ച് കടുപ്പിച്ച് തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു, അത്തരത്തിലുള്ള ചില നീക്കങ്ങൾ നടത്തിയിരിക്കുന്നു. അതായത് ഏറ്റവും അവസാനം ഇറാന്റെ ഭാഗത്ത് നിന്ന് വന്ന ഒരു പ്രതികരണം എന്ന് പറയുന്നത് നോ ഡീൽ നോ സറണ്ടർ എന്നാണ്. ഒരിക്കലും നിങ്ങളുമായി ഞങ്ങൾ ഇനി ഒരു ഡീലിനുമില്ല, അതുപോലെ തന്നെ നിങ്ങൾക്ക് മുന്നിൽ സറണ്ടർ ആകാനും ഞങ്ങളെ കിട്ടില്ല. അതിനൊക്കെ നിങ്ങൾ വേറെ ആളെ നോക്ക്. നിങ്ങൾ പറഞ്ഞാൽ, നിങ്ങൾ മീശ പിരിച്ചാൽ പേടിക്കുന്ന ആളുകളൊക്കെ ഒരുപക്ഷെ ഉണ്ടായേക്കാം, ഞങ്ങളെ അതിന് കിട്ടില്ല, ഞങ്ങളെ ഒന്ന് തൊട്ടു നോക്ക്, കാണിച്ചു തരാം എന്ന് ഇറാൻ പറയുന്നു. അതിനനുസരിച്ച് ഇറാൻ ചില നീക്കങ്ങളും നടത്തിയിരിക്കുന്നു. അമേരിക്കയുടെ 10ഓളം യുദ്ധക്കപ്പലുകൾ ഇറാനെ ലക്ഷ്യം വെച്ച് ട്രംപ് അണിനിരത്തിയപ്പോൾ ഇവിടെ ഇറാൻ ഹോർമുസ് കടലിടുക്കിൽ സൈനികാഭ്യാസം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ചില വാർത്തകൾ ഈ സൈനികാഭ്യാസത്തിൽ ഇറാന്റെ സഖ്യകക്ഷികളായിട്ടുള്ള ചൈനയും റഷ്യയും ഒക്കെ ഉണ്ടാകുമെന്നുള്ളതാണ്. അതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ എനിക്ക് ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എന്നാലും ഇറാൻ ഒരു സൈനികാഭ്യാസം പ്രഖ്യാപിച്ചു. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ശക്തമായി തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നു. അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിലുള്ള ഒരു നീക്കമുണ്ടായാലും അമേരിക്കയെ അടപടലം അടിച്ചു നിരപ്പാക്കും എന്നുള്ളത് തന്നെയാണ് ഇറാന്റെ നിലപാട്. അതോടൊപ്പം തന്നെ ഇസ്രായേലിനെ ഞങ്ങൾ നെടുക പിളർക്കും, അടിച്ചു നശിപ്പിച്ചു കളയും എന്നുള്ള ഒരു ഭീഷണിയും ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. എത്ര പേര് കേട്ട കൊലകൊമ്പൻ പടക്കപ്പലായാലും ശരി, ഞങ്ങളുടെ ഡ്രോണുകൾക്ക് മുന്നിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതായത് ട്രംപിന്റെ ഒരുപാട് പൂർവികന്മാരുടെ കാലത്തൊക്കെ ഉണ്ടായിരുന്ന പേര് കേട്ട, അന്ന് വലിയ പേരൊക്കെ ഉണ്ടായിരിക്കും, അത്തരത്തിലുള്ള ചില പടക്കപ്പലുകളുമായിട്ടാണ് ട്രംപ് ഇപ്പോൾ ഇറാനെ ആക്രമിക്കുന്നതിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത്. എന്നാൽ ഇവിടെ ലോകത്ത് ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന, ശത്രുക്കളുടെ പടക്കപ്പലുകളെ ആക്രമിക്കാൻ കഴിയുന്ന ബോട്ടുകൾ ഇറാന്റെ പക്കലുണ്ട്. അതുപോലെ തന്നെ ഡ്രോണുകൾ ഇറാന്റെ പക്കലുണ്ട്. ഏറ്റവും സുരക്ഷിതമായി, ആർക്കും ഒന്നും സംഭവിക്കില്ല, വളരെ നിസ്സാരമായിട്ടുള്ള വിലക്ക് ഇവിടെ നിർമ്മിച്ചെടുത്തിട്ടുള്ള, വളരെ നിർമ്മാണ ചെലവ് കുറഞ്ഞ ഡ്രോണുകൾ, പ്രഹരശേഷി അത് വളരെ കൂടുതലാണ്. വിലയോ തുച്ഛം, ഗുണമോ മെച്ചം എന്ന് പറയാൻ കഴിയുന്ന ഡ്രോണുകളുണ്ട്. അതുപോലെ തന്നെ മിസൈലുകളുണ്ട്. അമേരിക്കക്ക് തൽക്കാലം ഒന്ന് രക്ഷപ്പെട്ടു പോയാൽ മതി എന്നുണ്ട് മനസ്സിൽ. പക്ഷേ രക്ഷപ്പെട്ടാൽ ലോക പോലീസാണ്, നാണക്കേടായി പോകും, ലോകം മൊത്തത്തിൽ കളിയാക്കും. എന്നാൽ ഒന്ന് അടിക്കാം എന്ന് വെച്ചാൽ അതിനുള്ള കരളുറപ്പുമില്ല. നെതന്യാഹു പറയാൻ തുടങ്ങി, ഇസ്രായേലിൽ വലിയ ഒരു ജാഗ്രത നിലനിൽക്കുകയാണ്, ജാഗ്രതയോടുകൂടി ഇരിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് അവിടുത്തെ ആളുകൾക്ക്. അതായത് ഇസ്രായേൽ ഒരു ബങ്കർ രാജ്യമാണ് എന്നുള്ളത് മാത്രമാണ് ഒരു സമാധാനം. അതേസമയം ബങ്കറുകൾ പോലും തുളച്ചു കയറി ആക്രമിക്കാൻ കഴിയുന്ന ബങ്കർ ബസ്റ്റർ മിസൈലുകൾ, ബോംബുകൾ ഇറാൻ വികസിപ്പിച്ചെടുത്തു എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇത് മറ്റാർക്കും അറിയില്ലെങ്കിലും ഇസ്രായേലിന് നന്നായി അറിയാം ഇറാന്റെ പക്കൽ എന്തൊക്കെയുണ്ട്, ആ ആയുധങ്ങളുടെ പ്രഹരശേഷി എത്രമാത്രം ഉണ്ട് എന്ന കാര്യം ഇസ്രായേലിന് അറിയുന്നത് പോലെ മറ്റാർക്കും അറിയില്ല. കാരണം ഇസ്രായേലിനെ കിട്ടിപ്പരിചയമുള്ളൂ, മറ്റാർക്കും കിട്ടിയിട്ടില്ല. ഇസ്രായേലിന് ശരിക്കും കിട്ടിയിട്ടുണ്ട്. ഇസ്രായേൽ ഇക്കാര്യം അമേരിക്കയോട് പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ അമേരിക്കയിൽ നിന്നും ട്രംപിനെതിരെ ശക്തമായ എതിർപ്പ് രൂപപ്പെട്ടു വരികയാണ്. ഇറാനെ ആക്രമിക്കുന്നതിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത് വിവരക്കേടാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഡോളറിന് കനത്ത തിരിച്ചടി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി.
എന്തായാലും ട്രംപിന് രക്ഷപ്പെടണമെന്നുണ്ട്, പക്ഷെ രക്ഷപ്പെടാൻ കഴിയുന്നില്ല. ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ നാണം കെട്ടു പോകും എന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ ട്രംപ് പെട്ടെന്ന് ഇറാനെ ഇത് ആക്രമിക്കാൻ പോകുന്നു എന്ന ഒരു വാർത്ത സൃഷ്ടിക്കും. തിരിച്ചടി പെട്ടെന്ന് തന്നെ കിട്ടും, മുൻകൂറായ ഒരു അടി വരും എന്നുള്ള ധാരണ ഉണ്ടാകുമ്പോൾ ട്രംപ് ഉടൻ തന്നെ ചർച്ച എന്ന് പറഞ്ഞ് ഒന്ന് പിന്നോട്ട് മാറും. അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി കളിക്കുകയാണ്. എവിടെ നിൽക്കണം എന്നതിനെ കുറിച്ച് ഒരു രൂപവുമില്ല. അതേസമയം ഇസ്രായേല് ഉരുകിത്തീരുകയാണ്. ഇറാൻ അടിച്ചാൽ, അമേരിക്ക ഒരു അടി ഇറാനെ അടിച്ചാൽ ഇറാന്റെ തിരിച്ചടി അത് അമേരിക്കക്ക് മാത്രമായിരിക്കില്ല, ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഞങ്ങൾക്കാണ്, വയറ് നിറച്ചു കിട്ടും എന്നുള്ള ഒരു തിരിച്ചറിവ് ഇസ്രായേലിനുണ്ട്. അത് ഏത് രീതിയിലായിരിക്കും കിട്ടുക എന്നതും ഇസ്രായേലിന് ഊഹിക്കാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഇനി നിങ്ങളുമായി ഒരു ഡീലിനുമില്ല, തൽക്കാലം സറണ്ടർ ആവാനും ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇറാൻ അമേരിക്കയെ വെല്ലുവിളിക്കുന്നു. ഹോർമൂസ് കടലിടുക്കിൽ ഒരു സൈനിക അഭ്യാസം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന വാർത്തയാണ് ഇപ്പോൾ ഇറാൻ അമേരിക്ക സംഘർഷവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്നത്.